പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 5 വ്യാഴം. പ്രധാന വാർത്തകൾ. ഹിമാം ട്രെയിൽ റൺ റേസിന്റെ 5ാം പതിപ്പിന് ദാഖിലിയ ഗവർണറേറ്റിൽ ഇന്ന് തുടക്കമാകും. 4 വിലായത്തുകളിലായി ശനിയാഴ്ച വരെ 3 ദിവസങ്ങളിൽ റൺ റേസ് അരങ്ങേറും. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രാലയവും ദാഖിലിയ ഗവർണറേറ്റും ചേർന്നാണ് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ൽ പരം പ്രൊഫഷണൽ ഓട്ടക്കാരുടെ പങ്കാളിത്തം ഇത്തവണ റൺ റേസിനെ വിശേഷപ്പെട്ടതാക്കുന്നു. 110 കിലോമീറ്റർ, 55 കിലോമീറ്റർ, 20 കിലോമീറ്റർ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് മത്സരം അരങ്ങേറുക. അനുബന്ധ മത്സരങ്ങളിലും മറ്റുമായി കുട്ടികളും മുതിർന്നവരുമടക്കം ആകെ 4000 പേർ പങ്കാളികളാകും. ഗവർണറേറ്റിലെ തന്നെ ഏറെ വെല്ലുവിളി നിറഞ്ഞ പാതകളിലൂടെയുള്ള റേസുകൾ ആവേശം നിറഞ്ഞതാകും. നിസ്വ, ഇസ്കി, അൽഹംറ, ജബൽ അക്തർ പാതകളിലൂടെയാണ് റേസ് കടന്നുപോകുക. താഴ്വരകൾ, മലകൾ, കൃഷിഭൂമികൾ എന്നിവയെ സംയോജിപ്പിക്കുന്ന അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതികളുടെയും മത്സരവോട്ടം നടക്കും. വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ്. മുൻവർഷങ്ങളിൽ മത്സരത്തിന് വലിയ ഏറ്റെടുപ്പാണ് ഉണ്ടായത്. പ്രധാന മത്സരത്തിനൊപ്പം ഡിസംബർ 6, 7 തീയതികളിൽ 1 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വ്യത്യസ്ത ദൂരങ്ങളിലുള്ള ഉപറേസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ പ്രായക്കാർക്കും പങ്കെടുക്കാനാകും. റേസിന്റെ ഭാഗമായി ഒരുക്കുന്ന പ്രദർശനമാണ് മറ്റൊരു ആകർഷണം. പ്രാദേശിക ബിസിനസ്സുകളും കമ്മ്യൂണിറ്റി പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രദേശത്തിന്റെ ഭാഗമാണ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ബെൽജിയം സന്ദർശനം പൂർത്തിയാക്കി. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും സഹകരണങ്ങൾ വിപുലപ്പെടുത്തിയുമായിരുന്നു 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം. സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി. ഇതുപ്രകാരം നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ ഉള്ളവർക്ക് പ്രത്യേക കാലയളവിലേക്ക് വിസയില്ലാതെ പ്രവേശനം സാധ്യമാകും. ഹൈഡ്രജൻ മേഖലയിൽ സഹകരണം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. വ്യാവസായിക സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, നയരൂപകർത്താക്കൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ബെൽജിയൻ ഹൈഡ്രജൻ കൗൺസിലും ഹൈഡ്രോം ഒമാനും ആണ് ഒപ്പുവെച്ചത്. കഴിഞ്ഞ വർഷം മേയിൽ ഇറാനിൽ നിന്ന് തങ്ങളുടെ പൗരനെ മോചിപ്പിച്ചയച്ചതിന് സുൽത്താനും ഒമാൻ ഗവൺമെന്റിനും ബെൽജിയം രാജാവ് ഫിലിപ്പ് ലിയോപോൾഡ് ലൂയിസ് മേരി നന്ദി അറിയിച്ചു. രാജാവും ഭാര്യ രാജ്ഞി മാതിൽഡെ മേരി ക്രിസ്റ്റിൻ ഗ്ലിസൈൻ ബെൽജിയൻ രാജ്ഞിയും ചേർന്ന് നടത്തിയ ഔദ്യോഗിക അത്താഴ വിരുന്നിൽ സംസാരിക്കവെയാണ് നന്ദി അറിയിച്ചത്. യുനെസ്കോയുടെ വേഴ്സായി വേൾഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പുരസ്കാരം കരസ്ഥമാക്കി ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളിൽ മികച്ച എക്സ്റ്റീരിയർ രൂപകൽപ്പനയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന ചടങ്ങിലാണ് യുനെസ്കോ പുരസ്കാരം പ്രഖ്യാപിച്ചത്. നിസ്വയിലെ മനാഹ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ആഭ്യന്തര, രാജ്യാന്തര സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രവുമാവുകയാണ്. ഒമാൻ ദേശീയദിന, പൊതു അവധി ദിനങ്ങളിൽ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം സന്ദർശിച്ചത് 25,000 പേരാണ്. ഓൺലൈൻ വഴി ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയവർ നിരവധി പേരാണ്. ഇത് സന്ദർശകർക്കും ഏറെ ഗുണകരമായി. ഗതകാല പ്രതാപങ്ങളുടെ ആദ്യഘട്ടം മുതൽ സമകാലീനം വരെ ഒമാന്റെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയ്ക്കിടയിലെ മാറ്റം ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ മ്യൂസിയം തുറന്നുകാട്ടുന്നു. പഴയ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിലവാരത്തിലാണ് രൂപകൽപ്പന. മ്യൂസിയത്തിൽ കയറിയതു മുതൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തിലേക്കും ചരിത്രത്തിലേക്കുമുള്ള യാത്രയാണ് ആരംഭിക്കുന്നത്. ചരിത്രാതീത കാലം മുതലുള്ള പുരാവസ്തുക്കൾ മ്യൂസിയത്തിൽ ലഭ്യമാണ്. ഹിസ്റ്ററി ഹാളിൽ ലാൻഡ് ഓഫ് ഒമാൻ പവലിയൻ, ഏർലി സെറ്റിലേഴ്സ് പവലിയൻ, മജാൻ നാഗരികത പവലിയൻ, മജാൻ രാജ പവലിയൻ, നാവിക പൈതൃക പവലിയൻ, അൽബുസൈദി രാജവംശ പവലിയൻ, അഫ്ലജ് പവലിയൻ, ഇസ്ലാം ആശ്ലേഷണ പവലിയൻ, അൽയാരിബ രാജവംശ പവലിയൻ എന്നിവയുമുണ്ട്. ഇതിൽ നാവിക പൈതൃകം, അഫ്ലജ് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഏർലി സെറ്റിലേഴ്സ് ശിലായുഗത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഒമാനി കരയുടെ ഭൗമരൂപീകരണം കൂടിയാണിത്. മജാൻ പവലിയനിൽ വെങ്കലയുഗത്തെയും ഒമാൻ രാജവംശ പവലിയനിൽ ഇരുമ്പ് യുഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടെ മൾട്ടി
ഡൈമെൻഷനിൽ ഇവ അനുഭവിക്കാനാകും. ഓരോ പ്രദേശത്തിന്റെയും VR അനുഭവമാണ് സന്ദർശകന് പകർന്നു നൽകുക. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കിയിൽ കിരീടം നിലനിർത്തി ഇന്ത്യ. ആമിറാത്ത് ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ പാകിസ്ഥാനെ 53-ന് തോൽപ്പിച്ചാണ് മലയാളിയായ PR ശ്രീജേഷ് നയിക്കുന്ന സംഘം കിരീടം ചൂടിയത്. അരജീത് സിംഗ് 4-ഉം ദിൽരാജ് സിംഗ് 1-ഉം ഗോളുകൾ ഇന്ത്യക്ക് വേണ്ടി നേടി. പാകിസ്ഥാനു വേണ്ടി സുഫിയാൻ ഖാൻ 2-ഉം ഹന്നാൻ ഷാഹിദ് 1 ഗോളും സ്വന്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.